മരുഭൂമിയുടെ മഹാസൗന്ദര്യത്തിൽ നിന്നും വെളിച്ചം കൊളുത്തി കുതിരക്കുളമ്പടികളും ഒട്ടകക്കൂട്ടങ്ങളും പായക്കപ്പലുകളും ദേശാതിർത്തികൾ ഭേദിച്ച് അറേബ്യയിൽ നിന്ന് ലോകമെങ്ങും ഒഴുകിപ്പരന്ന കാലം. ഉദയസൂര്യൻ ഇരുട്ടിനെ മായ്ച്ച് പ്രകാശം ചൊരിയുന്ന പോലെ ഇന്ത്യൻ സാമൂഹിക ജീവിതത്തിൽ ഇസ്ലാമിൻ്റെ വെളിച്ചം തൂകി അന്നൊരു നാൾ ഒരു പായക്കപ്പൽ അറബിക്കടലിലൂടെ ഒഴുകിവന്ന് കേരളത്തിൻ്റെ തീരം തൊട്ടു. ആ തീരത്തെ നാം മുസിരിസ് അഥവാ കൊടുങ്ങല്ലൂർ എന്ന് വിളിച്ചു. മാലിക് ബിൻ ദീനാറും സംഘവും കേരളക്കരയിൽ ഇസ്ലാമിൻ്റെ ആദ്യമ വെളിച്ചം തെളിയിച്ചത് പ്രചുരമായ ചരിത്രം. കാലസൂചികൾ പിന്നെയും മുന്നോട്ട് കറങ്ങി. അറബിക്കടലിൻ്റെ ഓളങ്ങൾ വീണ്ടും ഒരു പായക്കപ്പലിന് വഴിമാറിക്കൊടുത്തു. ആ കപ്പൽ പുറപ്പെട്ടത് യമനിൽ നിന്നായിരുന്നു. അത് നങ്കൂരമിട്ടത് കായൽ പട്ടണത്തും, ഇന്നത്തെ തമിഴ്നാട്ടിൽ. ഇസ്ലാം സംസ്കൃതിയുടെ ചില പുരാതനമായ അടയാളങ്ങൾ ശേഷിക്കുന്ന അതേ കായൽ പട്ടണം മഖ്ദൂം കുടുംബത്തിന് ആതിഥ്യമരുളുകയായിരുന്നു. യമനിലെ മഹ്ബറയിലാണ് പ്രസിദ്ധമായ മഖ്ദൂം കുടുംബത്തിൻ്റെ ആദിമ കേന്ദ്രം. അവരുടെ വേരുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരിയും ആദ്യ ഖലീഫയുമായ അബൂബക്കർ സിദ്ദീഖിൻ്റെ മകൻ അബ്ദുല്ലാഹിബ്നു അബൂബക്കറിൽ ചെന്ന് ചേരുന്നുവെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. അറിവിൻ്റെ നിറവും വിശ്വാസത്തിൻ്റെ കരുത്തും സ്വാത്വിക ജീവിതവും കൈമുതലാക്കിയ ആ മഖ്ദൂം കുടുംബമാണ്. അതിലെ പണ്ഡിത ശ്രേഷ്ഠരാണ് മാലിക് ബിൻ ദീനാറിന് ശേഷം ദക്ഷിണേന്ത്യയിൽ ഇസ്ലാമിൻ്റെ പ്രബോധന പ്രചാരണങ്ങൾക്ക് നെടുനായകത്വം വഹിച്ചത്. ഈ മണ്ണിൽ ഇസ്ലാം ദർശനത്തിൻ്റെ സൗന്ദര്യത്തെ ജീവിച്ചു കാട്ടിയ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത് മഖ്ദൂം പണ്ഡിതന്മാരിലൂടെയാണ്. കേരളം മുസ്ലിം ചരിത്രത്തിൽ പകരക്കാരില്ലാത്ത പണ്ഡിത പാരമ്പര്യത്തെയാണ് മഖ്ദൂം കുടുംബം അടയാളപ്പെടുത്തിയത്. ഇത് അഭിമാനകരമായ ചരിത്രം മാത്രമല്ല, ബാധ്യതാ നിർവഹണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. കായൽ പട്ടണത്ത് നിന്ന് കൊച്ചിയിലേക്കുള്ള ദേശാടനമാണ് മഖ്ദൂം കുടുംബത്തിൻ്റെ വേരുകൾ കേരളത്തിൽ പടരാൻ അവസരമൊരുക്കിയത്. കൊച്ചിയിൽ നിന്ന് പൊന്നാനിയിൽ എത്തിയതോടെ മഹബറിലെ ആ കുടുംബം മലബാറിലും ശാഖോപശാഖകളായി വളർന്നു പന്തലിച്ചു. പണ്ഡിതനായിരുന്നു ഷെയ്ഖ് അഹമ്മദ് മഖ്ദൂം. കായൽ പട്ടണത്ത് നിന്ന് കൊച്ചിയിലെത്തി അദ്ദേഹത്തിൻ്റെ മകൻ ഷെയ്ഖ് ഇബ്രാഹിം മഖ്ദൂം പൊന്നാനിയിലെ ഇസ്ലാമിക നേതൃത്വം ഏറ്റെടുത്തു. ഇതായിരുന്നു ആ ചരിത്രവഴി. മഖ്ദൂം കുടുംബം യുഗപ്രഭാവരായ ഒട്ടേറെ വ്യക്തിത്വങ്ങൾക്ക് ജന്മം നൽകുകയുണ്ടായി. അവരിൽ വിശ്വപ്രശസ്തരാണ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനും സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനും. ഇവരുടെ ചരിത്രം ആരംഭിക്കുന്നത് കൊച്ചിയിൽ നിന്നാണ്, വളർന്നു പടരുന്നത് പൊന്നാനിയിൽ നിന്നും. അറിവിൻ്റെ വെളിച്ചം കൊണ്ട് പൊന്നാനിക്ക് തിളക്കമേറുന്നതും ഇതേ പാരമ്പര്യത്തിൽ തന്നെ. ഷെയ്ഖ് ഹലി മഖ്ദൂമിൻ്റെ മകനായി കൊച്ചിയിലെ മഖ്ദൂം വീട്ടിലാണ് ഹിജ്റ 876 ക്രിസ്താബ്ദം 1467 ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ ജനിക്കുന്നത്. പിതാവിൻ്റെ മരണം അനാഥനാക്കിയ സൈനുദ്ദീൻ മഖ്ദൂം പൃഥ്വിയോടൊപ്പം പൊന്നാനിയിലേക്ക് യാത്രയായി. പൊന്നാനിയിൽ ഇസ്ലാമിക പഠനം ആരംഭിച്ച സൈനുദ്ദീൻ മഖ്ദൂം കോഴിക്കോട്ടും തുടർന്ന് മക്കയിലും ശേഷം ഈജിപ്തിലെ പ്രസിദ്ധമായ ഖൈറോ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി. മലബാറിൽ നിന്ന് ആദ്യമായി അൽ അസ്ഹറിൽ ഉപരിപഠനം നടത്തുന്ന പണ്ഡിതൻ എന്ന ബഹുമതി സൈനുദ്ദീൻ മഖ്ദൂമിന് സ്വന്തമായി. പൊന്നാനിയിൽ തിരിച്ചെത്തിയ അദ്ദേഹം അവിടെ അധ്യാപനം ആരംഭിച്ചു. പ്രസിദ്ധമായ പൊന്നാനി വലിയ ജുമാ മസ്ജിദ് പണികഴിപ്പിച്ചു. അവിടെ പ്രസിദ്ധമായ പാഠശാല സ്ഥാപിച്ചു. ആ പള്ളി കേന്ദ്രീകരിച്ചാണ് മഖ്ദൂമിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിതമായത്. നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവായിരുന്നു ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ. അവയിൽ ഏറ്റവും വിശ്രുതം തഹ്രീൽ എന്ന കാവ്യമാണ്. പോർച്ചുഗീസുകാർക്കെതിരായ സമരത്തിൻ്റെ ഭാഗമായാണ് ഇത് രചിക്കുന്നത്. 1500കളുടെ ആദ്യം മുതൽ പോർച്ചുഗീസുകാരുടെ ക്രൂരമർദ്ദനങ്ങൾക്കും മൃഗീയമായ നരനായാട്ടിനും കേരളവും പൊന്നാനിയും വേദിയായിട്ടുണ്ട്. ആ കാലത്ത് ഇസ്ലാമിക പണ്ഡിതൻ്റെ ദൗത്യം നിർവഹിക്കാൻ അദ്ദേഹം സന്നദ്ധനായി. പണ്ഡിതന്മാർ ഭരണകൂടത്തിൻ്റെ തിന്മകളോട് ചേർന്ന് നിൽക്കുന്നവരല്ല, മറിച്ച് ഭരണകൂടത്തിൻ്റെ തിന്മകളെ ചെറുത്തു നിൽക്കാൻ തയ്യാറാക്കുന്നവരാണ് എന്ന ഇസ്ലാമിക പാരമ്പര്യത്തെ അദ്ദേഹം ഉയർത്തിപ്പിടിച്ചു. പറങ്കികൾക്കെതിരെ സാമൂതിരിയുമായി സഹകരിച്ച് ജിഹാദ് നടത്താൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. അങ്ങനെയാണ് തഹ്രീൽ അഹ്ലിൽ ഈമാൻ എന്ന പേരിൽ ഒരു കാവ്യസമാഹാരം രചിച്ചത്. സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ രചിക്കപ്പെട്ട ഒന്നാമത്തെ കാവ്യപുസ്തകമാണിത്. മുസ്ലിം മഹല്ലുകളിലും ഇന്ത്യക്കകത്തും പുറത്തുമെല്ലാം ഈ പുസ്തകം പ്രചരിപ്പിക്കപ്പെട്ടു. മഹല്ലുകൾ കേന്ദ്രീകരിച്ച്
പ്രഭാഷണങ്ങൾ നടത്തി. അങ്ങനെ അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിൻ്റെ മഹത്തായ പാരമ്പര്യത്തെയാണ് മഖ്ദൂം കുടുംബം അടയാളപ്പെടുത്തുന്നത്. സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ്റെ പുത്രനാണ് മുഹമ്മദ് മഖ്ദൂം എന്ന സാഹിത്യകാരനും പണ്ഡിതനും. അദ്ദേഹത്തിൻ്റെ മകനാണ് ഷേഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ. പൊന്നാണിക്കാരനായിരുന്ന അദ്ദേഹം കോഴിക്കോട്ടെ കാളിയായിരുന്നു. വലിയ പണ്ഡിതനായിരുന്ന അദ്ദേഹത്തിൻ്റെ കബറിടം മാഹിക്കടുത്ത ചേമ്പാൽ കുഞ്ഞിപ്പള്ളി ജുമാ മസ്ജിദിനോടനുബന്ധിച്ചാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് കരുതപ്പെടുന്നു. ഷേഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ പ്രസിദ്ധനാകുന്നത് അദ്ദേഹത്തിൻ്റെ തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥത്തിലൂടെയാണ്. അറബി ഭാഷയിൽ രചിക്കപ്പെട്ട ഈ പുസ്തകം കേരളത്തിൻ്റെ ആദ്യത്തെ ചരിത്ര ഗ്രന്ഥമാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. കോഴിക്കോടിൻ്റെ ഭരണകർത്താവായ സാമൂതിരിയുടെ നേതൃത്വത്തിൽ ഹിന്ദു സഹോദരങ്ങളും മുസ്ലിങ്ങളും ഒറ്റക്കെട്ടായി വിദേശ അധിനിവേശ ശക്തിയായ പോർച്ചുഗീസുകാർക്കെതിരെ സമരം ചെയ്യാനുള്ള ആഹ്വാനമാണ് ഈ ഗ്രന്ഥം. ദേശതാൽപര്യത്തെ മുൻനിർത്തി ജിഹാദിനുള്ള ആഹ്വാനമായിരുന്നു ഇത്. ക്രിസ്താബ്ദം 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരും കുഞ്ഞാലിമരക്കാരുടെ സൈന്യവും തമ്മിൽ അറബിക്കടലിൽ ഏറ്റുമുട്ടിയ ആ നാവിക പോരാട്ടങ്ങളുടെ സാക്ഷ്യപത്രമാണത്. തുഞ്ചത്തെഴുത്തച്ഛൻ്റെയും മേൽപ്പത്തൂർ ഭട്ടതിരിയുടെയും പൂന്താനം നമ്പൂതിരിയുടെയും കാലക്കാരനാണ് ഇദ്ദേഹം. ഇസ്ലാമിക വൈജ്ഞാനിക പോരാട്ട പാരമ്പര്യവും സാമുദായിക സൗഹാർദ്ദ സംസ്കാരവും പരിപാലിക്കുന്നതിൽ നേതൃത്വം വഹിച്ചവരാണ് മഖ്ദൂം കുടുംബം എന്ന് ചുരുക്കം. ഈ മഖ്ദൂം പരമ്പര പിന്നെയും മുന്നോട്ട് നീങ്ങി. സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ സന്തതി പരമ്പരകളിലെ 10ാമത്തെ കണ്ണിയായ മഖ്ദൂം സൈനുദ്ദീൻ മുസ്ലിയാർ വാഴക്കാട് ജുമഅത്ത് പള്ളിയിൽ ഖാദിയായി ചുമതലയേറ്റതോടെയാണ് വാഴക്കാടിൻ്റെ മണ്ണിൻ്റെ മഖ്ദൂം കുടുംബത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത്. അലി ഹസൻ മഖ്ദൂമിൻ്റെ പുത്രനായിരുന്നു സൈനുദ്ദീൻ മുസ്ലിയാർ മഖ്ദൂം. വാഴക്കാടിൻ്റെ ഇസ്ലാമിക വെളിച്ചമായിരുന്നു മഖ്ദൂം കുടുംബം. വലിയ ജുമഅത്ത് പള്ളിയിലെ ഖാദിയും പ്രദേശത്തെ ദീനീ നേതൃത്വവും ഉത്തരവാദിത്തപൂർവ്വം നിർവഹിച്ച സൈനുദ്ദീൻ മുസ്ലിയാരിൽ ഈ ചരിത്രം ആരംഭിക്കുന്നു. നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ടവരായിരുന്നു സൈനുദ്ദീൻ മുസ്ലിയാർ. അതുകൊണ്ടാണ് പ്രദേശത്തെ ജന്മി കുടുംബത്തിൽ നിന്ന് ചില അസ്വാരസ്യങ്ങൾ നേരിടേണ്ടി വന്നപ്പോൾ ചുമതലയൊഴിയാൻ ശ്രമിച്ച സൈനുദ്ദീൻ മുസ്ലിയാരെ മഹല്ലുവാസികൾ വാഴക്കാട്ടു തന്നെ പിടിച്ചു നിർത്തിയത്. മുസ്ലിയാരകത്ത് സൈനുദ്ദീൻ മഖ്ദൂമിൽ നിന്നാണ് മുസ്ലിയാരകത്ത് തോട്ടത്തിൽ, പാറോട്ട്, പറമ്പിൽ, കുറ്റ്യാടി, കൊണ്ടോട്ടി, തിരൂരങ്ങാടി കുടുംബങ്ങൾ രൂപപ്പെടുന്നത്. സൈനുദ്ദീൻ മുസ്ലിയാർക്ക് 7 മക്കളായിരുന്നു. മുസ്ലിയാരകത്ത് കുഞ്ഞഹമ്മദ് ആജിയാണ് മൂത്ത മകൻ. മുസ്ലിയാരകത്ത് കുഞ്ഞർ മുസ്ലിയാർ പാറോട്ട്, മുസ്ലിയാരകത്ത് അഹമ്മദ് മുസ്ലിയാർ പറമ്പിൽ, മുസ്ലിയാരകത്ത് അബ്ദുള്ളക്കുട്ടി മൗലവി കുറ്റ്യാടി, ആമിന കൊണ്ടോട്ടി, ഫാത്തിമ തിരൂരങ്ങാടി, ഹാസ്യ മുണ്ടുമൊഴി. വാഴക്കാട്ടെ മഖ്ദൂം കുടുംബം ഇങ്ങനെ 7 ശാഖകളായി രൂപപ്പെട്ടു. ഇതിൽ പുത്രപരമ്പരകളാണ് മുസ്ലിയാരകത്ത് തോട്ടത്തിൽ, പാറോട്ട്, പറമ്പിൽ, കുറ്റ്യാടി എന്നിവ. ഈ 7 പേരുടെയും സന്തതി പരമ്പര ഇങ്ങനെ വികസിക്കുന്നു. മുസ്ലിയാരകത്ത് തോട്ടത്തിൽ കുഞ്ഞഹമ്മദ് ഹാജി ദമ്പതികളുടെ മക്കൾ: MT മുഹമ്മദ് തോട്ടത്തിൽ, MT മുഹമ്മദ് കുട്ടി മൗലവി എടശ്ശേരി, MT അബ്ദുറഹ്മാൻ മൗലവി, MT അബ്ദുറഹീം മണത്തോട്ടത്തിൽ, MT അബ്ദുള്ള മൗലവി കുറ്റിയോട്ട്, MT കുഞ്ഞിപ്പാത്തുമ്മ ചെറുവാടി, MT അബ്ദുൽ കരീം മാസ്റ്റർ, MT പാത്തുമ്മക്കുട്ടി കൊടിയത്തൂർ, MT അബ്ദുസ്സമദ് മൗലവി, MT റുക്കിയ കുറ്റിയാടി, MT സഫിയ കീഴുപറമ്പ്. മുസ്ലിയാരകത്ത് പാറോട്ട് കുഞ്ഞറമു മുസ്ലിയാരുടെ മക്കൾ: ഖാദി അഹമ്മദ് കുട്ടി മുസ്ലിയാർ, MP സൈനുദ്ദീൻ മുസ്ലിയാർ, ഇമ്പിച്ച് മുഹമ്മദ് മുസ്ലിയാർ, മൊയ്തീൻ മുസ്ലിയാർ, പാറോട്ട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ, MP ഫാത്തിമക്കുട്ടി കക്കോവ്. മുസ്ലിയാരകത്ത് പറമ്പിൽ അഹമ്മദ് മുസ്ലിയാരുടെ മക്കൾ: MP മുഹമ്മദ് മാസ്റ്റർ, MP മറിയം, MP ഫാത്തിമക്കുട്ടി, MP ഫാത്തിമ കുനിയിൽ. മുസ്ലിയാരകത്ത് അബ്ദുള്ളക്കുട്ടി മൗലവി കുറ്റ്യാടി, E സൈനുദ്ദീൻ മാസ്റ്റർ കുറ്റ്യാടി, M ഖദീജ പറമ്പിൽ, കുഞ്ഞി മറിയം, M നഫീസ കുറ്റ്യാടി, റഹീം കുറ്റ്യാടി, മഹ്മൂദ് ഹമീദ് ഷർവാനി, M അബ്ദുൽ കരീം മൗലവി, റുഖിയ, അബ്ദുൽ മജീദ്, അബ്ദുൽ ജലീൽ, ഷരീഫ, നൂറുദ്ദീൻ. കൊണ്ടോട്ടിയിലേക്ക് വിവാഹം കഴിച്ച ആമിനയുടെ മകൻ സൈനുദ്ദീൻ, തിരൂരങ്ങാടിയിലേക്ക് വിവാഹം ചെയ്ത ഫാത്തിമയുടെ മക്കൾ CM മൗലവി, സൈനുദ്ദീൻ. മുണ്ടുമൊഴിയിലേക്ക് വിവാഹം ചെയ്ത ആസിയയുടെ മക്കൾ KK കുഞ്ഞഹമ്മദ് മുണ്ടുമൊഴി, ആയിഷ ബീവി താമരശ്ശേരി, കുഞ്ഞി ഫാത്തിമ നല്ലളം, ഹംസ, റുഖിയ. വാഴക്കാട് നിന്ന് കുറ്റ്യാടി, കൊടിയത്തൂർ, ചെറുവാടി, തിരൂരങ്ങാടി,
കൊണ്ടോട്ടി, കുനിയിൽ, അരീക്കോട്, കക്കോവ് തുടങ്ങി സമീപ പ്രദേശങ്ങളിലേക്കെല്ലാം മഖ്ദൂം മുസ്ലിയാരകത്ത് കുടുംബം വ്യാപിച്ചു. ഇസ്ലാമിക നേതൃത്വം, സ്വതന്ത്ര സമര പോരാട്ടം, വൈജ്ഞാനിക സേവനം, മാതൃകാപരമായ വ്യാപാരം തുടങ്ങിയവയെല്ലാം വാഴക്കാട് മഖ്ദൂം മുസ്ലിയാരകത്ത് കുടുംബത്തിൻ്റെ പാദമുദ്രകൾ പതിഞ്ഞിട്ടുണ്ട്. ആ മഹത് ചരിത്രത്തിൻ്റെ നീൾച്ചയിൽ അഭിമാനപൂർവ്വം കണ്ണിചേരുന്നവർ അറിവിലും മികവിലും ആ പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ചക്കാരാവുക എന്നത് നമ്മുടെ ബാധ്യതയാണ്.